എൻ്റെ ഫാമിലിയെല്ലാം എബ്രോഡാണ്. ഇങ്ങനെ പറയണ ഇറ്റ്സോമിനെ നോക്കിയുകൊണ്ട് എന്താ ഇറ്റ്സോമി ഇവിടെ ഒറ്റയ്ക്കാണോ എന്നും വിചാരിച്ച് നെർവസായിട്ട് നിൽക്കണ യൂക്കിനെയും കാണിച്ചുകൊണ്ടാണ് എ സൈൻ ഓഫ് അഫെക്ഷൻ്റെ പാർട്ട് 5 ഇവിടെ തുടങ്ങണേ. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് ഇറ്റ്സോമിനെ നോക്കി ഭയങ്കര നെർവസ് ആയിട്ടിരിക്കണ യൂക്കിനെയാണ് കാണിക്കണേ. ഇറ്റ്സോമിയുടെ വീട്ടിലാണല്ലോ അവർ. ഇങ്ങനെ ഇറ്റ്സോമി ഡ്രിങ്ക് ചെയ്യുന്നതും എല്ലാം നോക്കി ഭയങ്കര നെർവസായിട്ടും ഭയങ്കര എക്സൈറ്റഡും ഒക്കെ ആയിട്ടാണ് നമ്മൾ യൂക്കി ഇരിക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് അവർ ഓരോന്നും സംസാരിക്കുന്നുണ്ട്. യൂക്കി ഇറ്റ്സോമിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇന്നത്തെ ദിവസം നല്ലതായിരുന്നോ, ഫണ്ണായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സോമി അതെ എനിക്ക് ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു, നിനക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ സൈൻ ലാംഗ്വേജിൽ ഫണ്ണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഇറ്റ്സോമി വന്നിട്ട് യൂക്കിയുടെ കൈയും പിടിച്ചിട്ട് അവളുടെ സൈൻ ലാംഗ്വേജ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ യൂക്കിയുടെ മുഖം കാണണം, ആകെ നെർവസ് ആയിട്ടായിരുന്നു മൂപ്പര് ഇരുന്നായിരുന്നത്. യൂക്കിനെ ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട് ഇറ്റ്സോമി. ആ സമയത്ത് ആരും മെസ്സേജ് അയക്കുന്നുണ്ട്. ആള് പറയുന്നത് ഇങ്ങനെയാണ്, ഒരാളുടെ കൂടെ കറങ്ങാൻ പോകുമ്പോൾ സ്ലീപ്പി ആയി തോന്നൂല്ലേ എന്നൊക്കെ. അപ്പോൾ ഇറ്റ്സോമി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, അതാണ് ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യൂക്കി ഇത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര നെർവസ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ഓഷിനെയാണ്. ഓഷിയുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ, അന്നൊരു ഫീമെയിൽ ഫ്രണ്ടിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവളും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ എങ്ങോട്ടോ പോവാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അവരങ്ങനെ ഓരോ സംസാരിക്കുന്നുണ്ട്. അവൾ പോയതിന് ശേഷം തിരിഞ്ഞു പോകുമ്പോൾ ഓഷൊന്ന് വിടാൻ പോകുന്നുണ്ട്. അപ്പോഴും അവൻ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇറ്റ്സോമിനെ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം ഇറ്റ്സോമിനെ കണ്ടപ്പോൾ ഉണ്ടായ കഥ അറിയാലോ. എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് യൂക്കിനെ ചേർത്ത് പിടിച്ചതൊന്നും യോഷിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആ സമയത്ത് അവർ ഭയങ്കര നോട്ടുമായിരുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ ആലോചിച്ചിട്ട് അവനെ ദേഷ്യം വരികയായിരുന്നു ഓഷിക്ക്. പിന്നെ അവൻ വാതിലൊക്കെ അടച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് റിഞ്ചനെയും പിന്നെ ബോസില്ലേ ക്യോയോസാനിയുമാണ്. അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റിഞ്ചന് ബ്ലഷൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക്. അവരാണെങ്കിൽ ട്രാഫിക് ജാമിലും പെട്ട് കിടക്കുകയാണ്. റിഞ്ചന് എങ്ങനെയെങ്കിലും ഈ ട്രാഫിക് ജാം ഒന്ന് കഴിയുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. കാരണം ആൾക്ക് ഇനിയും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ബ്ലഷ് വന്നിട്ട്. പിന്നെ നമ്മുടെ യൂക്കിനെയും ഇറ്റ്സോമിനെയും കാണിക്കുന്നുണ്ട്. ഇറ്റ്സോമിയുടെ ഫാമിലി ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യൂക്കി. അവിടെ ഒരു കുഞ്ഞ് അനിയത്തിയുണ്ട് ഇറ്റ്സോമിക്ക്. വളരെ പ്രായം കുറവാണ് എന്നെക്കാളും എന്നൊക്കെ യൂക്കിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇറ്റ്സോമി. അപ്പോൾ പ്രായത്തിനെ പറ്റിയൊക്കെ ഒരു ചോദിക്കുന്നുണ്ട്. റിഞ്ചൻ പറഞ്ഞു റിഞ്ചനെക്കാട്ടി 3 വയസ്സ് മൂത്തതാണ് ഇറ്റ്സോമി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇറ്റ്സോമിയുടെ അടുത്ത്. അപ്പോൾ ഇറ്റ്സോമി പറയുന്നുണ്ട് എനിക്ക് 22 ആയിട്ടുള്ളൂ. ഓ അപ്പോൾ എന്നെക്കാളും 3 വയസ്സ് മൂത്തതാണല്ലേ ഇറ്റ്സോമി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് യൂക്കി. എന്നിട്ട് അവരങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ലിപ്പ് റീഡ് ചെയ്യാൻ നിനക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ ഇറ്റ്സോമി ചോദിക്കുന്നുണ്ട്. ഇല്ല, ചിലപ്പോഴൊക്കെ പറ്റാറുള്ളൂ എന്ന് യൂക്കി പറയുമ്പോൾ അവൻ അവിടെ പോയി ഒരു ബുക്കൊക്കെ എടുത്ത് വന്ന് എഴുതുന്നുണ്ട്. പിന്നെ ഇറ്റ്സോമിയുടെ ഫാമിലിനെ പറ്റിയും പറയുന്നുണ്ട്. ഇറ്റ്സോമിയുടെ ഫാമിലി ജർമ്മനിയിലാണെന്നും അവൻ ഒരുപാട് നാൾ അവിടെ ആയിരുന്നു, ഇടയ്ക്ക് പോവാറുണ്ട്, ജർമ്മനി കൂളാണ് അവിടെ ജീവിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇറ്റ്സോമി അന്ന് ഒരു കോയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു യൂക്കിക്ക് വേറൊരു രാജ്യത്തിൻ്റെ. അതുപോലെ ഒരുപാട് കറൻസി കളക്ഷൻസും ഡെൻമാർക്കിലെയും അതുപോലെ ഒരുപാട് കൺട്രീസിലെ കറൻസി കളക്ഷൻസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മാസ്ക് ഇട്ട് വരുന്നുണ്ട് ഇറ്റ്സോമി. അത് കണ്ടിട്ട് യൂക്കി ആദ്യം ഞെട്ടാണ് ചെയ്തത്. ഏതോ രാജ്യത്തെ സോവനീറാണ് അതൊക്കെ. ഇതൊക്കെ കണ്ട് ഇറ്റ്സോമി ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ കണ്ടിട്ട് യൂക്കിക്ക് ഭയങ്കര സന്തോഷമായി ആ കോയിൻസും എല്ലാം കണ്ടിട്ട്. യൂക്കിനെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങൾ പോലെ ഒരുപാട് സന്തോഷമായിരുന്നു അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉദാഹരണത്തിന് അവർ രണ്ടുപേരും ഒരേ പേജിലാണല്ലോ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെയും അവൻ്റെയും ഇറ്റ്സോമിയുടെയും ഡയലോഗ്സൊക്കെ ഒരേ പേജിലാണല്ലോ എന്നൊക്കെ പറഞ്ഞവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ. പിന്നെ ഇറ്റ്സോമി എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബാഗിൽ. ആ സമയത്ത് ഫോൺ വന്നു. ഫോൺ വിളിച്ചത് ബോസായിരുന്നു, ക്യോയോസാൻ. ആ സമയത്ത് നമ്മുടെ യൂക്കി ഉണ്ടല്ലോ ഭയങ്കര പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്തിനാണെന്ന് അറിയില്ല, അവൾ ഭയങ്കര ചിരിക്കാൻ തുടങ്ങി. ഇറ്റ്സോമി കുറേ നേരം നോക്കി നിന്നു. എന്നിട്ട് ഫോൺ എടുത്ത് സംസാരിച്ചു അവൻ. അപ്പോൾ ക്യോയോസാൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ എൻ്റെ റൂമിലാണ് എന്നൊക്കെ. അപ്പോൾ ക്യോയോസാൻ ആകെ ഞെട്ടി, എന്ത് നീ യൂക്കിനെയും കൊണ്ട് നിൻ്റെ റൂമിൽ പോയോ അങ്ങനെയൊക്കെ പറഞ്ഞ് റിഞ്ചൻ്റെ അടുത്ത് ഓരോന്ന് പറയുന്നുണ്ട്. അവരെ അവിടെയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ റിഞ്ചനൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയില്ല. പിന്നെ ഉണ്ടടാ അവിടെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇറ്റ്സോമി യൂക്കിയുടെ വയറ്റ് പൊട്ടി ഇക്കിളിയാക്കുന്നതാ. യൂക്കി ആകെ ഞെട്ടി, എന്താ ഈ ചെയ്യുന്നതെന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ ഇറ്റ്സോമി പറയുന്നുണ്ട് നീ കുറച്ച് നേരത്തെ ചിരിച്ചില്ലേ, അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്നുകൂടെ ചിരിക്കുമോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയെന്നൊക്കെ. എന്നിട്ട് അവളടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ടച്ച് ചെയ്താൽ നിനക്ക് ഒരു കുഴപ്പമില്ലാന്ന്, പിന്നെ അത് എത്രത്തോളം സത്യമാണ് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ
യൂക്കി ഇറ്റ്സോമിയുടെ കയ്യിൽ എന്തോ എഴുതുന്നുണ്ട്. എവ്രി എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അതാരാ നോക്കിയപ്പോൾ എമ്മയായിരുന്നു. അല്ലെങ്കിൽ അത് അങ്ങനെയാണ്, നല്ല മൊമെൻറ്റ്സൊക്കെ വരുമ്പോൾ റൂയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ വരും ആ സമയത്ത്. എമ്മേനെ കണ്ടപ്പോൾ യൂക്കിക്കാകെ എന്തോ പോലെയായി. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് ശരിയല്ല, ഞാൻ വേഗം പോവാന്നൊക്കെ പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് റെഡി ആയി. അപ്പോൾ ഇറ്റ്സോമി ചോദിക്കുന്നുണ്ട്, എന്താ നീ പോവാണോ, ഞാൻ നിന്നെ താഴേക്ക് ഇറക്കി വിടാം, റൂമിലേക്ക് കൊണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് യൂക്കി വേഗം വാല് തുറക്കുന്നുണ്ട്. ആ സമയത്താണ് എമ്മേനെ കാണാം. എമ്മേനെ കണ്ടതും രണ്ടുപേരും മുഖം, എമ്മയുടെ മുഖം ഒന്ന് കാണേണ്ടതാണ്, ഇവളാരാന്നൊക്കെയുള്ള മട്ടിലായിരുന്നു എമ്മയുടെ മുഖം. ഇറ്റ്സോമിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമായിട്ടില്ല എമ്മ വന്നത്. യൂക്കി ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. എന്നിട്ട് ലിഫ്റ്റ് കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് യൂക്കി. ആ സമയത്ത് എമ്മ യൂക്കി കേൾക്കാൻ വേണ്ടിയിട്ട് ഉറക്കെ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം എനിക്കിവിടെ റൂം തന്നതിന് താങ്ക്സ് എന്നൊക്കെ ഇറ്റ്സോമിൻ്റെ അടുത്ത്. അപ്പോൾ ഇറ്റ്സോമി പറയുന്നുണ്ട്, ഞാൻ നിനക്ക് തന്നിട്ടില്ലല്ലോ റൂം എന്നൊക്കെ. യൂക്കിക്ക് ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല, സ്വാഭാവികമാണല്ലോ, അവൾക്ക് കേൾക്കില്ലല്ലോ, അത് എമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്നിട്ട് എമ്മ കീ ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം കീ കൊടുത്തായിരുന്നല്ലോ, വേറെ റൂമിലേക്ക് ആക്കിയിട്ട് നീ കീ ഉപയോഗിച്ചിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എമ്മയ്ക്കൊരു കീ കൊടുത്തായിരുന്നല്ലോ, ആ കീ ഇറ്റ്സോമിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇത് കറക്റ്റ് യൂക്കി കാണുകയും ചെയ്തു. യൂക്കിക്ക് അപ്പം തന്നെ യൂക്കി ഉറപ്പിച്ചു, ഇവർ തമ്മിൽ കപ്പിൾസ് തന്നെയാണ്, ഡേറ്റിംഗ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു. എന്നിട്ട് അവൾ വേഗം ഓടി ലിഫ്റ്റിൽ കയറി വീട്ടിൽ പോയി. അവൾക്ക് ആകെ വിഷമായിരുന്നു. ഇറ്റ്സോമിക്ക് ആകെ വിഷമായിട്ടോ യൂക്കി പോയപ്പോൾ. എമ്മയുടെ അടുത്ത് ദേഷ്യത്തിലൊക്കെ പറയുന്നുണ്ട്, നീ എന്തൊക്കെ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ ഓടി താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കൂടെ എമ്മയുണ്ട് കൈയും പിടിച്ചിട്ട്. ഇത് കണ്ടതും യൂക്കി വേഗം മാറിപ്പോകുന്നുണ്ട്. ഇറ്റ്സോമിക്കാണെങ്കിൽ വിഷമാവുകയും ചെയ്തു. അവൾ എന്നെ കാക്കാണ്ട് പോവുകയും ചെയ്തല്ലോ, കാത്തു നിൽക്കാണ്ട് എന്നൊക്കെ ആലോചിച്ച്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഇറ്റ്സോമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിൻചൻ്റെ അടുത്ത് യൂക്കി. തലേദിവസം എമ്മേനെ കണ്ടതും എല്ലാം അവർ തമ്മിൽ ഡേറ്റിങ്ങിലാണോ എന്ന് വരെ സംശയമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്തുണ്ടടാ റിൻചൻ ഇറ്റ്സോമിനെ പറ്റി പറയണ, ഇറ്റ്സോമിയുടെ കണ്ണെന്ത് ഭംഗിയാലേ എന്നൊക്കെ. ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയുന്ന പോലെയായിരുന്നു റിൻചൻ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ യൂക്കിക്കാണെങ്കിൽ മനസ്സ് മാറി. യൂക്കി ഇങ്ങനെ വേറെ ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ, അവൻ എന്നെ നോക്കുമ്പോൾ ഗ്രാവിറ്റി കാരണം ഭൂമിയിലോട്ട് എല്ലാവരും അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന പോലെ ഞാൻ അവനിലോട്ട് പോവാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്തുണ്ട് ബാക്കിൽ യൂക്കിന്ന് വിളിച്ചിട്ട് വന്നേക്കുന്നു. ആരാ? നമ്മുടെ ഇറ്റ്സോമി. റിൻചനാണെങ്കിൽ അപ്പാട് മുങ്ങി. ഞാൻ സ്റ്റോർ റൂമിൽ പോവാം, ഇപ്പോൾ വരാട്ടാ എന്നൊക്കെ പറഞ്ഞ് യൂക്കിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി റിൻചൻ. അപ്പോൾ യൂക്കി ആണെങ്കിൽ ഭയങ്കര നെർവസായിട്ട് നിൽക്കുക. അവളെടുത്ത് വന്നിട്ട് അവളെ കൈയും പിടിച്ചുകൊണ്ട് ഇറ്റ്സോമി ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ കാത്തു നിൽക്കാണ്ട് പോയേ? അപ്പോൾ യൂക്കി ആണെങ്കിലോ പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സോമി പറയുന്നുണ്ട്, എനിക്ക് ഐ വാണ്ട് ടു ഏബിൾ ടു ടോക്ക് ടു യു എന്ന്. എന്നിട്ട് ലാസ്റ്റ് ഇറ്റ്സോമി യൂക്കിയുടെ കയ്യിലൊരു കിസ് കൊടുക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കണേ. അപ്പോൾ കൂട്ടുകാരെ, ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം.